എന്നിട്ട് എന്താ ചേച്ചി? അരിശമ്മ അതിൽ കൂടി നടപ്പുണ്ട്. രാവിലെ കഴിക്കാൻ കൊടുത്തിട്ട് അതും കഴിച്ചിട്ടില്ല. കുറച്ച് ദേഷ്യപ്പെടട്ടെ, എന്നാലും പുറത്തോട്ട് വിടരുതേ. ഓ എന്റെ പൊന്നോ, എന്റെ കർത്താവ്, ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടത്? എന്താ നീ കണ്ടെന്താ ശരിക്കും? ചേച്ചി, ക്ലീറ്റോ ചേട്ടനാണ് സ്കൂട്ടർ ഓടിക്കുന്നത്. ഓടിച്ചിട്ട് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് ഇടിച്ച്. എന്റെ പൊന്നോ, ഞാൻ അപ്പൊ തന്നെ ചാടി എഴുന്നേറ്റ്. എന്നിട്ട് ഞാൻ ഏട്ടനെ വിളിച്ച്, ഏട്ട സമയം എത്രയെന്ന് അറിയണ്ടേ? വെളുപ്പിനെയാണെന്ന് 4 മണി. ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പോയതാ, ഏട്ടനെ എന്നെ വിട്ടില്ല. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം എനിക്ക് അതാണ് ഒരു പേടി. ഞാൻ എപ്പൊ വെളുപ്പിനെ സ്വപ്നം കണ്ടോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബലം പോകും. അതാണ് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. പണ്ട് ഇതേപോലെ അമ്മ വീണ സ്വപ്നം കണ്ട അമ്മാവൻ, അതുപോലെ ഇതുപോലെ അമ്മ വിശ്വസിച്ചിട്ടുണ്ട്. അമ്പലത്തിന്റെ നടയിലായിട്ട് പോയി വീണില്ലേ കാലുമുട്ടിരിക്കെ. അതാണ് ഈ വെളുപ്പിനെ കണ്ടാലുള്ള പ്രശ്നം. അതാണ് ഈശ്വര, എന്താണാവോ? അകത്തോട്ട് പോകാൻ പേടിയായിട്ട് പാടില്ല. അകത്തോട്ട് പോകാൻ പേടിയായിട്ട് പാടില്ലേ? കാട്ടിലേക്ക് അമന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇന്ന് പോയിട്ട് ചെയ്യാൻ മാത്രം എന്ത് പരിപാടിയാ ഉള്ളത്? അടിയന്തര മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ അടിയന്തര മീറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അടിയന്തരം കഴിക്കേണ്ടി വരും. അതടി ഒരു ചേട്ട ചക്ക വീഴുന്ന പോലെ. ഈ സമയത്ത് എവിടുന്ന ചക്ക? പിടിച്ചേ, തേങ്ങ ഇരിക്കും. എന്താ ചേച്ചി? എന്തുവാ? ഒരു മിനിറ്റ്. ക്ലീറ്റോ ചേച്ചി, ക്ലീറ്റോ, എന്താ ചേച്ചി? പോയി. ക്ലീറ്റോ ചേട്ടനാണോ പോയത്? മതില് ചാടി പോയതാ കേട്ടത്. എന്റെ കർത്താവേ, ചേച്ചി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട്? എടി, ഞാൻ ഡ്രസ്സ് എടുത്ത് അലമാരിൽ വെച്ച് പൂട്ടി. അത് അവിടെ പുറത്ത് കിടന്ന് വെച്ചാൽ പാൻറ് ഷർട്ട് എടുത്തിട്ടുണ്ടാ പോയിക്കണേന്ന് തോന്നുന്നു. ഇപ്പമ്മേ, മനുഷ്യന്റെ ആദ്യം കൂട്ടാനായിട്ട് ഇതിൽ കൂടുതലൊക്കെ എങ്ങനെ മനുഷ്യനകത്ത് പിടിച്ചിരുത്തും? എന്റെ കർത്താവേ, എനിക്ക് പേടിയാവുന്നു. അടച്ചിട്ട് പോയി ഫാൻ ഒക്കെ ഇട്ടിട്ട് അവളിതേ കടയിൽ പോയി. പാല് മേടിക്കാനോ സാധനം മേടിക്കാനോ എന്താ പോയി? ഞാൻ വരുന്ന സമയം എന്നെ വിളിച്ച് പറഞ്ഞാൽ പോരെ ഇതൊക്കെ? എനിക്കറിയില്ല. ചായ എടുക്കട്ടെ? ഓ, കുറെ നേരമായി പോയിട്ട്. കുറച്ചു നേരമായി. എടാ, വേറൊരു കാര്യമുണ്ട്. നീ അങ്ങനെ ക്ലീറ്റോനെ കണ്ടോ വരുന്ന വഴിക്ക്? ക്ലീറ്റോനെ കണ്ടോന്ന് വരുന്ന വഴിക്ക്? അവനോട് കൂട്ടിയിട്ടില്ലായിരുന്നു. അല്ല, ഞങ്ങളുടെ കണ്ണുപൊട്ടിച്ചതേ പുറകിലത്തെ മതില് ചാടിപ്പോയി. നീ ചിരിക്കല്ലേ, വിളിച്ചിട്ട് എടുക്കണില്ല. എന്തോരം നേരം വെച്ച് നിർത്തും. പോയിക്കോളാം. പതോന്ന് പറഞ്ഞ ഒച്ച കിട്ടുന്നു. മറ്റേ അല്ലാത്ത പാന്റും ഷർട്ടും ആയിട്ട് ഇട്ടുണ്ടാ പോയിക്കണേന്ന് തോന്നുന്നു. പുറത്തെണ്ണം കിടപ്പുണ്ടായി. ചായ എടുക്ക. നീ ഒന്ന് പോയി തിരക്കാവോ? ചേട്ടാ, അത് ചേച്ചി റോഡ് ക്രോസ് ചെയ്തപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല. എന്റെ വല്ല മിസ്റ്റേക്കാണ് ചേട്ടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാ സ്കാനിങ് എടുത്ത് കുഴപ്പമില്ല, മെഡിസിനൊക്കെ തന്നു. 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ലാതെ വേറെ വണ്ടി ഓടിക്കണ്ടേ? പെട്ടെന്ന് ചാടിയപ്പം ബ്രേക്ക് കിട്ടിയില്ല, അതാണ് പറ്റിയത്. കുഴപ്പമില്ല, എന്റെ കുഴപ്പമാ. ശരി, സോറി. അപ്പോൾ കേട്ടോ. എവിടെ താമസിക്കുന്നത് നിങ്ങൾ? ഞാൻ അടുത്ത് തന്നെ. ഏത് കടയെന്ന് പറഞ്ഞത്? ഇടപ്പഴിഞ്ഞി പാല് കട. ശരി. എടി, എന്തെങ്കിലും വിളിക്കണ്ടേ? ഇപ്പൊ വിളിക്കാൻ എന്റെ ഫോണൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു തലറക്കൊക്കെ വന്നു. എവിടെ നിന്ന് വിളിച്ചു പറയണ്ടായിരുന്നത്? ഭയങ്കര സ്ലോയിലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ബൈക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, വേറെ വല്ല വണ്ടിയായിരുന്നെങ്കിലോ? എന്നിട്ടിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും എന്റെ ദൈവം, എന്നാലും നമ്മള് ക്ലീറ്റോന് വണ്ടി അടിക്കുന്നതല്ലേ സ്വപ്നം കൊണ്ട്. അത് ലില്ലിക്ക് പറ്റിയടാ. ഓ, അപ്പൊ എവിടെ വണ്ടി അടിക്കുന്നതായിട്ട് വേറെ ആരെങ്കിലും സ്വപ്നം കണ്ടോ?